നമ്മൾക്കതിന് സാധിക്കത്തുമില്ല. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. താഴെ ഇരുന്ന് നീ ആരാടിയെന്ന് ചോദ്യം ചെയ്യുന്നവനും ഉത്തരവാദിത്തമുണ്ട് ആ പണി ചെയ്യാൻ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെ വന്ന് ചോദ്യം ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഉത്തരവാദിത്തത്തിൽപ്പെട്ടവരല്ല. അതെ, കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ വളരെ മോശമായിട്ട് കമന്റ് ഇടുന്ന ആളുകൾ മറു സൈഡിൽ ഇരുന്നിട്ട് അവരുടെ ഒരു പ്ലഷർ കണ്ടെത്തുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു വലിയൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ എങ്ങനെയാണ് നമുക്ക് ഫേസ്ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറയാം, ഞങ്ങൾ അത് സ്റ്റഡി കൂടി ചെയ്തതാണ്. ഞങ്ങൾ ഒരു സൈഡിൽ കൂടി അത് സ്റ്റഡി ചെയ്തു. ശരിക്കും നമ്മളെ തെറി വിളിക്കുന്ന, നമ്മളെ സ്ലട്ട് ഷെയിം ചെയ്യുന്നു, നമ്മുടെ ബോഡി ഷെയിം ചെയ്യുന്നു, നമ്മുടെ വീട്ടുകാരെ കൂട്ടി ചീത്ത പറയുന്ന സമയത്തൊക്കെ ഇവർക്ക് കിട്ടുന്നത് ഒരു തരം ഓർഗാസോ ഒരു തരം ആനന്ദമാണ്. അങ്ങനത്തെ ചില മനുഷ്യരുണ്ട്. ഇവർക്ക് ഇത് അവരുടെ ഒരു പ്ലഷർ, ഹാപ്പിനെസ്സാണ്. ഇവർ ഇതിൽ കൂടെ ആ ആനന്ദം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്തരം മെസ്സേജുകൾ കാണുന്ന മനുഷ്യരാരും പാനിക്കായി പോകരുത്. ഇത് ഇങ്ങനത്തെ മനുഷ്യരാണ്. അവരപ്പോഴേ വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് തുടച്ച് നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്തൊക്കെ മാറുക എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് ഒറിജിനൽ ഐഡികളാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. ഇത് പലപ്പോഴും ഇങ്ങനെ കാണിക്കുന്ന ഐഡികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം ഫേക്കായിരിക്കും. കാരണം ഇവർക്ക് ഒളിച്ച് വന്നിട്ടാണ് ഈ പ്ലഷർ എടുക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോക്സോ പീഡോ ഒക്കെ പോലെയുള്ള ഓരോ കേസുകൾ പോലെയാണ് ഇതും. ശരിക്കും ഇവരിങ്ങനെയാണ് ഇതിന് ആനന്ദം കണ്ടെത്തുന്നത്. ഒരു വലിയ ഗുരുതരമായ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം വളരെ വ്യക്തമാണ്. കാരണം ഞാൻ ഗൗരവകരമായിട്ട് ലൈവ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേക്ക് ഐ ഡിയിൽ, അതും സജനയുടെ പേരിൽ ഒരു ഫേക്ക് ഐ ഡി വന്നിട്ട് എൻ്റെ ബോഡിയെ പറ്റിയിട്ട് വളരെ വൃത്തികേടായിട്ട് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്. അപ്പം എന്നാൽ ആലോചിക്കണം, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ചില മനുഷ്യരങ്ങനെയാണ്. അത് വലിയൊരു കഷ്ടമാണ്. അത് പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് വലിയൊരു പരിമിതി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം സൈബർ ഇടത്തൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങൾ ഒരു പക്ഷേ വളരെ കുറച്ചും കൂടി ഈ വിഷയങ്ങളെ എടുത്താൽ പോലും നമ്മൾ ഇവിടുത്തെ ഒരു നിയമ സംവിധാനം കുറച്ച് പരിമിതി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മളൊരു പരാതി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കുറച്ചുകൂടി മനസ്സിലാക്കാം. എടുത്തു പറയുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ ഇതിന് മുൻപ് തന്നെ തൊട്ട് മുൻപ് നമുക്ക് മറ്റൊരു വിഷയം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ലഹരി ആരോപണം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന് കുറച്ച് കാലതാമസം എടുത്തിട്ടാണ് പോലീസ് അടക്കം കേസ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ നിലവിൽ ഈ വിഷയത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു എന്ന് പറയുന്നതിൽ ഒരു തെളിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദിയാസന കൊടുത്തതിൻ്റെ തെളിവ് നമുക്കൊരു പക്ഷേ സ്ക്രീനിലൂടെ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ സജന കൊടുത്തായിട്ട് നമുക്ക് കാണുന്നുമില്ല. അപ്പം ഇവിടുത്തെ സിസ്റ്റത്തിന് വലിയൊരു പരിമിതി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇവിടുത്തെ സിസ്റ്റത്തിന് പരിമിതി ഉള്ളത് ഇവിടുത്തെ ലോ തന്നെയാണ്. ഇവിടുത്തെ നിയമം അതിന് വേണ്ടിയിട്ട് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടിട്ടാണ് നമുക്ക് സൈബർ സ്പേസിലെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ആക്രമിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എത്തിയത്. നിങ്ങൾക്ക് അറിയായിരിക്കും, സ്ത്രീകൾ കൂട്ടത്തോടെ അതായത് ഇത് ചെയ്യാത്തത് ഈ സൈബർ ലോകൾ ശക്തമല്ലാത്തത് കൊണ്ടിട്ടാണ് ആ ധൈര്യം വന്നിരിക്കുന്നത്. ഒരു മനുഷ്യനെ എന്ത് തോന്നിയാസവും പറയാമെന്നുള്ളത് കൊണ്ടിട്ടാണ് യൂട്യൂബ് ചാനലുകൾ വാഴുന്നത്. അവിടെ ഒരു നിയന്ത്രണം പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അവർക്കറിയാം ഇതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആളുകളുടെ പേഴ്സണൽ കാര്യങ്ങൾ വേണം, അത് വെച്ച് മുന്നോട്ട് പോകണമെന്ന്. ഒരു കൂസലുമില്ലല്ലോ, ഒരു ഭയമില്ലല്ലോ. നമ്മൾ അന്ന് പ്രതിഷേധിച്ചു, ഭയമുണ്ടായി. അപ്പോഴും കുറച്ച് നാളത്തേക്ക് കുറച്ച് മാറി നിന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം വീണ്ടും ഈ സൈബർ ഇടത്ത് ഈ അക്രമങ്ങളും അതിക്രമങ്ങളും നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വി.ഡി. സതീശൻ സാറിൻ്റെ ഒരു വിഷയം വന്നിരുന്നു, മോർഫ് ചെയ്ത പിക്ചർ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് ഒരു അധ്യാപകൻ, അതായത് നിരപരാധി അധ്യാപകനെയാണ് വിമർശിച്ചതിൻ്റെ പേരിലുള്ള ഒരു അധ്യാപകനെയാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഈ മോർഫ് ചെയ്ത പിക്ചർ ഉണ്ടാക്കിയ ആളിനല്ല അറസ്റ്റ് ചെയ്തത്. ആ ടൈമിൽ ഇവിടുത്തെ സൈബർ ഇടം ശക്തമാക്കണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം ഈ പറഞ്ഞ വി.ഡി. നിയന്ത്രണം ആ വിഷയത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയുണ്ടായി. അപ്പോൾ അതിൽ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന കേസുകൾ എടുക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അതിൽ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടാകും. സൈബർ സ്പേസുകൾ കുറച്ചുകൂടി സമാധാനപരമായിട്ട് പോകുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു നിയന്ത്രണം ഉണ്ടാകട്ടെ എന്നാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരണസമിതിയോട് നമുക്കതാണ് ആഗ്രഹിക്കാനും ആവശ്യപ്പെടാനും ഉള്ളത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ചലഞ്ച് ചെയ്തുകൊണ്ട് പബ്ലിക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദിയാസന ഒരു സാമൂഹ്യ ആക്ടിവിസ്റ്റാണ്. ഒരുപക്ഷെ നമുക്കറിയുന്നത് സാമൂഹ്യ ആക്ടിവിസ്റ്റായിട്ട് മാത്രമായിരിക്കും. ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയുന്നുള്ളതുകൊണ്ട് പല മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഉള്ള ഒരാളാണ്. സിനിമാ മേഖലയിലുണ്ട്, രാഷ്ട്രീയ മേഖലയിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല ഇടങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോർഡിനേഷൻ ഉണ്ട്. ബിസിനസ് സ്വന്തമായിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ പബ്ലിക്കിന് അത് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ സനയെ പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ മാത്രമാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ജനങ്ങളോടൊന്ന് വ്യക്തമാക്കാമോ എന്തൊക്കെ തരത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാമൂഹ്യ പ്രവർത്തക എന്നറിയപ്പെടാൻ തന്നെയാണ് ആഗ്രഹം. ഒന്ന് എനിക്ക് ആളുകളെ ബോധിപ്പിക്കൽ എൻ്റെ ഒരു സ്പേസ് അല്ല, എനിക്ക് ആരെയും ബോധിപ്പിച്ച് ജീവിക്കാനും പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഡ്രഗ് പോലുള്ള അലിഗേഷൻസ് ഒക്കെ നമുക്കെതിരെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ കാരിയർ മറ്റൊരു മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആളുകളുടെ മുന്നിലേക്ക് നമ്മളുടെ തൊഴിലിനെയൊക്കെ വേറെ രീതിയിലായിട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി സിനിമകളുടെ റീഡബും, അതായത് മലയാളത്തിലേക്കുള്ള റീഡബുകൾ, അതുപോലെ വെബ് സീരീസുകൾ, മറ്റു പല ഭാഷകളുടേത് മലയാളത്തിലേക്കുള്ള ഡബ്ബിങ്, ഇതാണ് ഞാൻ പ്രൊഫഷണലി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവൻറ്റ് കോർഡിനേറ്ററാണ്, കൂടുതലും ഇവൻറ്റ്സുകളാണ് ചെയ്യുന്നത്. അതൊക്കെ അറിയാമല്ലോ, ഞാൻ ഇഷ്ടംപോലെ പ്രോഗ്രാംസുകൾ ചെയ്യുന്നത്. അതുപോലെ എനിക്ക് കുറച്ച് ക്ലയൻസ് ഉണ്ട്, കുറച്ച് ടീമുണ്ട്. അപ്പം ഞാൻ കുറച്ച് ചെറിയ ചെറിയ എന്താ പറയുക, ഇപ്പോൾ ഭൂമി കച്ചവടവും അതും ഇതൊക്കെ ആയിട്ട് എൻ്റെ പരിപാടികളായിട്ട് ഞാനിങ്ങനെ എൻ്റെ ജീവിതം അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു അലിഗേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. വളരെ തുച്ഛമായ ശമ്പളത്തിൽ വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി ഒരു ഇൻഡിപെൻഡൻറ്റ് മദർ ഒരു ഫാമിലിയെ കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. ആ അടുത്ത് എന്നെ അത്രമാത്രം ആക്രമിക്കുന്ന സമയത്താണ് എനിക്ക് നിങ്ങളെ മുമ്പിലൊക്കെ ഇത് ബോധിപ്പിക്കേണ്ടിയും ക്ലാരിഫൈ ചെയ്യേണ്ടിയൊക്കെ വരുന്നത്. സത്യമായിട്ട് എൻ്റെ സ്വാതന്ത്ര്യങ്ങളെ, എൻ്റെ ഇഷ്ടങ്ങളെ ഒന്ന് ചോദ്യം ചെയ്ത് വരുന്ന മനുഷ്യരോട് എനിക്ക് താല്പര്യമില്ല യഥാർത്ഥത്തിൽ. പക്ഷേ എനിക്കെന്തുകൊണ്ടോ നാളെ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ള നിലയിൽ എനിക്ക് ചോദ്യങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇതുപോലെ സമാധാനത്തിൽ കൃത്യമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നിടത്ത് എനിക്ക് പറയേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു 8-10 വർഷത്തെ അടുപ്പത്തിൽ ഞാൻ അടക്കമുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഇതുവരെ തന്നെ ഈ പറഞ്ഞ പോലെ ദിയാസനോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത്, ലൈഫിൻ്റെ ഒരു യാത്ര ചെയ്യുന്ന കാലഘട്ടത്തിലൊന്നും ഒരു തരത്തിൽ ലഹരിയെ ഉപയോഗിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നൊന്നും മാത്രമല്ല, ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, എടുത്തു പറയുമ്പോഴത്തേക്കും അത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ട് എവിടെയെങ്കിലും കണ്ടാൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. മുൻപ് പറഞ്ഞ പോലെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിലായിക്കോട്ടെ, അവിടെയൊക്കെ മുന്നേ ഉണ്ടായിരുന്ന SI-മാരടുത്തും CI-മാരടുത്തൊക്കെ അന്വേഷിക്കാൻ അറിയാൻ പറ്റും. എവിടെയെങ്കിലും മാനവീയ രീതിയിൽ പോലും ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെയുള്ള പല പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തും നമ്മൾ കൃത്യമായിട്ട് അവരുടെ അടുത്ത് കോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്, വന്ന് അന്വേഷിക്കണം, അത് റിപ്പോർട്ട് ചെയ്യണം. നമ്മളൊരിക്കലും ഇതിന്മേൽ മാന്യതയും ചമയുന്നതല്ല. നമ്മളെ സൗഹൃദ സർക്കിളിലൊക്കെ കള്ളു കുടിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരൊക്കെ ഉണ്ട്. അതിനൊന്നുമല്ല നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. നമ്മളെല്ലാം കൊണ്ടും തികഞ്ഞ പതിവ്രതരായിട്ടിരിക്കുന്ന മനുഷ്യരാണ്, അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നതെന്നല്ല. പക്ഷേ സിന്തറ്റിക് ലഹരി പോലുള്ള ഇല്ലീഗൽ ഡ്രഗ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ കോർണർ ചെയ്ത് ടാർണിഷ് ചെയ്തൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അതെന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് ഈ പൊതുജനങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് മദറാണ്, എനിക്ക് കുടുംബ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ വിമർശിക്കുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ ഇത്തരത്തിൽ ഇല്ലീഗൽ ഡ്രഗ് പോലുള്ള സാധനങ്ങൾ, ഇപ്പം എൻ്റെ പേരിൽ ഞാനൊരു ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞാലോ, ഞാൻ ആരെങ്കിലും തല്ലിയെന്ന് പറഞ്ഞാലോ ഒന്നും എനിക്ക് മാറ്ററില്ല. കാരണം എന്നെ പൊതുസമൂഹം ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരു പെണ്ണെന്നുള്ളത് അഡ്രസ്സ് ചെയ്തതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥയാണ്. ഞാൻ എന്തിനാണ് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ഡ്രഗ്സ് കേൾക്കാൻ ബാധ്യസ്ഥയാകുന്നത്? അവിടെ സജനയുടെയും റസൽ പൂക്കുട്ടിയുടെയും വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരു കരുവാക്കിക്കൊണ്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞാനതിന് നിന്നു കൊടുക്കണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു ബാധ്യത നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ സാഹചര്യത്തിലൊക്കെ ചോദിക്കുമ്പോൾ ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്നുള്ളത് ഒരു സിംഗിൾ പാരൻ്റ് ആണ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മകൻ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് പലർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു ജേണി എന്നുള്ളത് വലിയൊരു പ്രയാസമാണ്. കാരണം വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ സമൂഹത്തിലേക്കൊരു മകനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടീനെ ഒരു സിംഗിളായിരിക്കുന്ന ഒരു അമ്മ വളർത്തി ഇത്ര ഒരു വലിയൊരു നിലയിൽ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിൽ വലിയ അഭിമാനമുള്ളൊരു വ്യക്തിയും കൂടിയാണ്. ഇത്തരം ഒരു വിഷയം നടക്കുന്ന സമയത്തും എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ സപ്പോർട്ട് മകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് സന്തോഷമില്ലേ? തീർച്ചയായിട്ടും. അയ്യോ, അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ അടുത്ത് എനിക്ക് സൈബർ ബുള്ളിങ് ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞു ഇത് കാണുകയാണല്ലോ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അമ്മച്ചി സ്ട്രോങ് ആയിട്ടിരി, സൂപ്പറായിട്ടിരി, ഒരു പ്രശ്നമില്ല. അവനായിക്കോട്ടെ, അവൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവൻ്റെ കൂട്ടുകാരെല്ലാവരും. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമുള്ളത് തന്നെയാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവുമല്ലോ. നമ്മളെ കുട്ടികളൊക്കെ ഇതിനെ ശ്രദ്ധിക്കാറായി, അവർക്ക് പ്രായപൂർത്തിയായി. അപ്പോൾ അവരിതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ചെറുതായിട്ടാണെങ്കിലും ഒരു രീതിയിൽ നമ്മളൊക്കെ കാരണം ഇമോഷണൽ ആവേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൺസേണും കൂടെ ആയിട്ട് എനിക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ വിഷയത്തിന്മേൽ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കുടുംബം, ഈ റെസ്പോൺസിബിൾ പേഴ്സൺസ്, എന്നെ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കൾ, അവരൊന്നും വിഷമിക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞത്. അല്ലാതെ എനിക്കായിട്ട് ഈ സൈബർ എടുത്ത സാധനം പുത്തരി അല്ലാത്തത് കൊണ്ടിട്ട് എനിക്കതൊരു വലിയ ഒരു തോതിൽ എന്നെ ബാധിച്ചിട്ടില്ല. അങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. അങ്ങനെ ബാധിച്ചിട്ടുള്ള മനുഷ്യരൊക്കെ
ഇല്ലാണ്ടായി പോയിട്ടേ ഉള്ളൂ. ശരിക്കും ഇത്തരത്തിലൊരു അലിഗേഷനൊക്കെ വരുന്ന ഒരു പെൺകുട്ടിയും ഇത്രയും ധൈര്യത്തോടെ വന്നിരുന്ന് സംസാരിക്കത്തില്ല. അതിൽ ഞാൻ എന്നിൽ സ്വയം പ്രൗഡാക്കുകയാണ്. കാരണം ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു ഇമോഷണലാകാം. പക്ഷേ ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് മറ്റോരോ പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഇല്ലാതെ തെറ്റ് ചെയ്യാതെ വന്നിട്ടുള്ള ഓരോ പെൺകുട്ടികൾക്കും പ്രചോദനമായി തന്നെയാണ്. അതുകൊണ്ടിട്ട് എനിക്കിത് സംസാരിക്കുന്നതിൽ ഒരു മടിയുമില്ല.